യെസ് വെൽക്കം എവരി വൺ ഷാഡ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ മൈസെൽഫ് സച്ചിൻ. സോ നമ്മൾ CSATൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫാർ നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് യു ക്യാൻ സീ വി ആർ ഡിസ്കസിങ് വർക്ക്ഷീറ്റ്സ് ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് LOD 1 ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് LOD 2. LOD മീൻസ് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി 1 ആൻഡ് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി 2. ഓക്കെ, സോ നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A, B and C are 3 4-digit prime numbers. Consider the following statements. Okay, statement based question ആണ്. ഒരുപാട് തവണ എന്നല്ല, എല്ലാ എക്സാമിനും ഒരു ലാസ്റ്റ് 4 to 5 ക്വസ്റ്റ്യൻസ് എപ്പോഴും സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ ഇൻ ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് വരും, അതും സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് മീൻസ് യു ക്യാൻ എക്സ്പെക്ട് 10 to 15 ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് അലോൺ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് മാത്രമായിട്ടൊരു 10 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ചിലപ്പോൾ 15 വരെ പോകാം. ഓക്കെ, സോ യെസ്, നമുക്ക് എങ്ങനെ ഇതിനെ ഡീകോഡ് ചെയ്യാൻ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, A into B into C will be definitely odd. A plus B plus C will be definitely even. It is given that എന്താണ് A, B and C are 4-digit prime numbers. അല്ലേ, 4-digit prime numbers ആണ്. നമുക്കറിയാം എല്ലാ പ്രൈം നമ്പറും എക്സെപ്റ്റ് 2 ഓഡ് ആണ്. അല്ലേ, ഏത് പ്രൈം നമ്പർ എടുത്താലും 2 ഒഴിച്ച് എക്സെപ്റ്റ് 2 ഏത് പ്രൈം നമ്പർ എടുത്താലും അത് ഓടേ വരുള്ളൂ. അല്ലേ, ദാറ്റ് മീൻസ് ഇവിടെ എയും ബിയും സിയും എന്താണ്, ഓടാണ്. കാരണം ഇവിടെ പറയുന്നുണ്ട് A, B ആൻഡ് C അവരെന്താണ് 4-digit പ്രൈം നമ്പേഴ്സ് ആണ്. അല്ലേ, 4-digit പ്രൈം നമ്പേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. 4-digit പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്തായി, ഓടായി. ദാറ്റ് മീൻസ് A എന്താണ്, A, B ആൻഡ് C ആർ ഓഡ് നമ്പേഴ്സ്. ഇനി സ്റ്റേറ്റ്മെന്റ് 1ലേക്ക് പോകാം. A into B into C ഈസ് ഡെഫിനറ്റ്ലി ഓഡ്. അതായത് 3 ഓഡ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. A ഓടാണ്, B ഓടാണ്, സിയും ഓടാണ്. സോ ഓഡ് ഇൻറ്റു ഓഡ് എന്തേ കിട്ടുള്ളൂ, ഓടേ കിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ പഠിച്ചിട്ടുണ്ട്. അല്ലേ, ഫസ്റ്റ് സെഷൻസിൽ പഠിച്ചതാണ്. 3 ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ഓടേ കിട്ടുള്ളൂ. ഇപ്പോൾ 2 ഓഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ഓടേ കിട്ടുള്ളൂ. സോ ഓഡ് നമ്പേഴ്സ് തമ്മിലാണ് മൾട്ടിപ്ലിക്കേഷൻ എങ്കിൽ ആൻസർ ഓഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ. A into B into C will be definitely odd. Now statement 2 നോക്കാം. A plus B plus C is definitely even. 3 ഓഡ് നമ്പർ ആഡ് ചെയ്താൽ ഈവൻ കിട്ടും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ. 3 plus 5 plus 7. 3 plus 5 8 ആണ്. 8 plus 7 15 ആണ്. അല്ലേ, ദാറ്റ് മീൻസ് 3 ഓഡ് നമ്പർ ആഡ് ചെയ്താൽ ആൻസർ ഓഡാണ്. അല്ലേ, 2 ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ ഈവൻ ആയിരിക്കും. അത് നമുക്കറിയാം. ഇഫ് യു ആഡ് 2 ഓഡ് നമ്പേഴ്സ് ദ ആൻസർ വിൽ ബി ഈവൻ. പക്ഷേ 3 ഓഡ് നമ്പർ ആഡ് ചെയ്താലോ നമുക്ക് എന്തേ കിട്ടുള്ളൂ, ആൻസർ എപ്പോഴും ഓടേ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് A plus B plus C എന്താണ്, ഓടാണ് ആക്ച്വലി. പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2ൽ തന്നേക്കുന്നത് എന്താ, A plus B plus C will be definitely even. അത് ശരിയാണോ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അല്ലേ, ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ ട്രൂ ആയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ആൻസർ ഈസ് only 1 ഈസ് ദ ആൻസർ. ആൻസർ ഈസ് only 1 ഈസ് ദ ആൻസർ. എനിക്ക് എന്ത് പറയാം, സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ എനിക്ക് ട്രൂ ആയിട്ടുള്ളൂ. നൗ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകാം. വെൻ എ 3-digit നമ്പർ ABC. ഓക്കെ, എനിക്ക് എന്തുണ്ട്, ഒരു 3-digit നമ്പർ ABC ഉണ്ട്. സോ ABC ഒരു 3-digit നമ്പർ added to another 3-digit number, that is added to another 3-digit number DEF. എനിക്ക് എന്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. The result is largest 3-digit number. Then what is the sum of A, B and C? Sorry, A plus B plus C plus D plus E plus F. What is the sum of A, B, C, D, E and F? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നോക്കുക. ABC ഒരു 3-digit നമ്പർ പ്ലസ് DEF ഒരു 3-digit നമ്പർ, ഇവരെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ദ ആൻസർ വിൽ ബി ലാർജസ്റ്റ് 3-digit നമ്പർ. അല്ലേ, ലാർജസ്റ്റ് 3-digit നമ്പർ ഏതാ, 999. ഇനി ചോദ്യം എന്താ, ഇവരുടെ സമ്മ്
ഈ ഡിജിറ്റ്സിൻ്റെ സം എടുക്കുമ്പോൾ എത്ര കിട്ടും? ഡിജിറ്റ്സിൻ്റെ സം എടുക്കും. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? എ പ്ലസ് ഡി ചെയ്തു. എ പ്ലസ് ഡി ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എയും ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്? 9. അതുപോലെ ഞാൻ ബി പ്ലസ് ഇ ചെയ്തു. എനിക്ക് എന്താ കിട്ടുക? 9. അതുപോലെ ഞാൻ സി പ്ലസ് എഫ് ചെയ്തു. അപ്പോഴും എനിക്ക് എന്തായിരിക്കും കിട്ടുക? 9 ആണ് കിട്ടുക, അല്ലേ? ഇനി ഞാനിത് മൊത്തവും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് മൊത്തവും കൂടെ ഞാൻ ആഡ് ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് എന്ത് കിട്ടും എനിക്ക്? 9 പ്ലസ് 9 പ്ലസ് 9 ആൻസർ 27 എന്ന് കിട്ടും. ഓക്കെ, സോ 2 3 ഡിജിറ്റ് നമ്പർ എ ബി സി ആൻഡ് ഡി ഇ എഫ് അവരെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 999 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റ്സിൻ്റെ സം എത്രയായിരിക്കും? ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 27, അല്ലേ? ഇവിടെ കിട്ടുന്ന ഡിജിറ്റ് എന്താണോ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 9 പ്ലസ് 9 പ്ലസ് 9 ആൻസർ ഈസ് 27. ഓപ്ഷൻ ബി, ഇവിടെ ഓപ്ഷൻ ബി തന്നിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി 27. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ വീണ്ടും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. With respect to a prime number P and composite number C. So P എന്താണ്? P is prime. ഓർത്ത് വെക്കുക. P prime and C composite. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 1. ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. P square into C square can be odd. Can be odd എന്നാണ്. യെസ്, ചെക്ക് ചെയ്താലോ. P square into C square. ഞാൻ P3 എന്ന് എടുക്കുന്നു. ബിക്കോസ് 3 is a prime number, അല്ലേ? സോ 3 square into സി സ്ക്വയർ. സി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോമ്പോസിറ്റ് നമ്പർ. ഞാൻ സി എ 9 എന്ന് എടുക്കുന്നു. 9 സ്ക്വയർ. സോ 3 സ്ക്വയർ 9 ഇൻറ്റു 9 സ്ക്വയർ 81. ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 729, വിച്ച് ഈസ് ആൻ ഓഡ് നമ്പർ, അല്ലേ? അല്ലേ? ദാറ്റ് മീൻസ് എനിക്ക് പി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ എന്ത് കിട്ടും? ഓഡ് നമ്പർ കിട്ടും, അല്ലേ? ഞാൻ എന്ത് ചെയ്തു? പി പ്രൈം ആണ്, സോ 3 പ്രൈം ആണ് 3 സ്ക്വയർ. ഇൻറ്റു സി കോമ്പോസിറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ 9 എടുത്തു. 9 കോമ്പോസിറ്റ് ആണല്ലോ, സോ 9 സ്ക്വയർ. 3 square is 9 into 81, 729. Yes, it is odd. ഇവിടെ പറയുന്നത് എന്താ? Can be എന്നാണ്. യെസ്, ആകാം, അല്ലേ? ആകാം. സോ ആൻസർ ഈസ് യെസ്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2. P by C can be natural. Prime by composite. Prime by composite can be natural? No. ഓർത്ത് വെക്കുക, ഒരു പ്രൈം നമ്പറിനെ കോമ്പോസിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് നാച്ചുറൽ നമ്പർ കിട്ടില്ല. നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന ഡെസിമൽ ആയിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ? ഡെസിമലേ കിട്ടുള്ളൂ. ഓക്കെ, പ്രൈം നമ്പർ ഡിവൈഡഡ് ബൈ കോമ്പോസിറ്റ് നമ്പർ 2/4 ചെയ്ത് നോക്കുക. 2 divided by 4 എന്ത് കിട്ടും? 0.5, അല്ലേ? 3 divided by 9 പ്രൈം ആണ് 3 ഡിവൈഡഡ് ബൈ കോമ്പോസിറ്റ് നമ്പർ 9 എന്ത് കിട്ടും? 0.333 എന്ന് കിട്ടും. അടുത്ത് നമ്മൾ ഒരു പ്രൈം എടുക്കുന്നു. 2 divided by 5 ചെയ്യുന്നു, അല്ല, ഡിവൈഡ് ബൈ 10 ചെയ്യാം, അല്ലേ? പി പ്രൈം നമ്പർ ഡിവൈഡ് ബൈ കോമ്പോസിറ്റ് 2/10 0.2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഡെസിമലിലേ കിട്ടുകയുള്ളൂ. ദാറ്റ് മീൻസ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. പി പ്ലസ് സി. ഓക്കെ, പി പ്ലസ് സി ബൈ പി എന്തായിരിക്കാം? ക്യാൻ ബി ആൻ ഇൻറ്റീജർ. ഇൻറ്റീജർ ആകാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രൈം എടുക്കുന്നു. ലെറ്റ്സ് ഗോ ഫോർ 7, 3. ലെറ്റ്സ് ഗോ ഫോർ 3. ഞാൻ 3 എന്നൊരു പ്രൈം നമ്പർ എടുത്തു. അതിൻ്റെ കൂടെ ഞാനൊരു കോമ്പോസിറ്റ് നമ്പറിനെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 12. ഓക്കെ, പ്രൈം നമ്പർ 3 എടുത്തു, അതിനോട് ഒരു കോമ്പോസിറ്റ് നമ്പർ സി ആഡ് ചെയ്തു 12. എന്നിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന പ്രൈം എന്താണോ അത് തന്നെ താഴെ എടുക്കണം. 3 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്തു. 3 വെച്ച് ഡിവൈഡ് ചെയ്തു. എനിക്ക് എന്ത് കിട്ടി? 12 + 3 15 ഡിവൈഡഡ് ബൈ 3 ആൻസർ ഈസ് 5. എന്താണ്? ഇൻറ്റീജർ ആണ്, അല്ലേ? 5 ഒരു ഇൻറ്റീജർ ആണ്. ദാറ്റ് മീൻസ് പി പ്ലസ് സി ബൈ പി എനിക്ക് എന്ത് കിട്ടാം? ഇൻറ്റീജർ കിട്ടാം. ഇറ്റ് ക്യാൻ ബി ആൻ ഇൻറ്റീജർ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്യാൻ ആണ്. ഇപ്പം മസ്റ്റ് എന്നായിരുന്നെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെന്റും തെറ്റായനെ. മസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് അതേ കിട്ടുകയുള്ളൂ, എപ്പോഴും എനിക്ക് ഇൻറ്റീജറേ കിട്ടുകയുള്ളൂ. നോ, അല്ല, എപ്പോഴും എനിക്ക് ഇൻറ്റീജർ അല്ല കിട്ടുന്നത്. ഇവിടെ ക്യാൻ ആണ് പറയുന്നത്. ക്യാൻ എന്ന് പറഞ്ഞാൽ കിട്ടാം, എപ്പോഴെങ്കിലും കിട്ടാം. ഏതെങ്കിലും ഒരു കേസിൽ കിട്ടിയാൽ മതി. എല്ലാ കേസിലും കിട്ടണ്ട, ഒരൊറ്റ കേസിൽ കിട്ടിയാൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും, അല്ലേ? സോ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, നമുക്ക് കിട്ടി. സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 3യും ട്രൂ ആണ്, അല്ലേ? സ്റ്റേറ്റ്മെന്റ് 3യും എന്താണ്? ട്രൂ ആണ്. സോ 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്? 1 and 3. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി.
എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്? 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 100 പ്രൈം നമ്പർ ഈസ് 5. ആദ്യത്തെ 100 പ്രൈം നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. ഫസ്റ്റ് 100 പ്രൈം നമ്പർ 2, 3, 5, 7, 9 എക്സെട്ര 97. ഇതാണ് ഫസ്റ്റ്. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. 100 പ്രൈം നമ്പർ എടുക്കുന്നത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, ഏതോ ഒരു നമ്പർ. ഇതിനകത്തിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ അത് 5-ൽ അവസാനിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെ 5-ൽ അവസാനിക്കും? ഒരിക്കലും ഇല്ല അല്ലേ? കാരണം 5-ൽ അവസാനിക്കണമെങ്കിൽ നമ്മൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 5-നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് 10 എന്നും കിട്ടും. 5-നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 10 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇതിൻ്റെ എല്ലാം പ്രോഡക്റ്റ് എടുക്കുമ്പം അവസാനം കിട്ടുന്ന നമ്പർ 0 ആയിരിക്കും. 10 വെച്ച് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും ലാസ്റ്റ് ഡിജിറ്റ് 0 ആണല്ലേ? 10 വെച്ച് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. സോ ആദ്യത്തെ 100 പ്രൈം നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റ് എടുക്കുന്ന ടൈമിൽ ഒരു 2 × 5 10 ഉണ്ട്. ദാറ്റ് മീൻസ് 10 × പ്രൈം നമ്പേഴ്സ്. 10 × പ്രൈം നമ്പേഴ്സ് അവസാനിക്കുന്നത് 0-ലായിരിക്കും. അവസാനിക്കുന്നത് 0-ലാണ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റി. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2-ലേക്ക് വരാം. ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 100 ഓഡ് നാച്ചുറൽ നമ്പർ ഈസ് 5. യെസ്, അത് നോക്കാം. ഫസ്റ്റ് 100 ഓൾഡ് നാച്ചുറൽ നമ്പർ ദാറ്റ് ഈസ് 1 × 3 × 7 × 5 × 9 × 11 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും അല്ലേ? ഇവിടെ എപ്പോഴെങ്കിലും 10 വരുന്നുണ്ടോ? ഇല്ല, ഇവിടെ 10 വരുന്നില്ല. പക്ഷേ ഇവിടെ കുറേ 5 വരുന്നുണ്ട് അല്ലേ? ഒരു 5 വരും, പിന്നെ ഒരു 15 വരും, ഒരു 25 വരും, ഒരു 35 വരും. ദാറ്റ് മീൻസ് ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ എടുത്താൽ അത് എന്തിലേ അവസാനിക്കുകയുള്ളൂ? 5-ലെ അവസാനിക്കുകയുള്ളൂ. സോ ദിസ് ഈസ് ട്രൂ. The statement is true. അല്ലേ? സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ബിക്കോസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു 10 വരുന്നുണ്ട്. 2 × 5 10. 10 വന്നാൽ പിന്നെ തീരുന്നത് 0-ലായിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കുറേ 5 വരുന്നുണ്ട്. 5, 15, 25. സോ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ് ആൻസർ വരുന്നത്. മൾട്ടിപ്പിൾ ഓഫ് 5 എന്തായാലും നമുക്കിവിടെ 5-ൽ അവസാനിക്കും അല്ലേ? ബിക്കോസ് ഓഡ് ആണ്. ഓഡ് നമ്പർ × 5 എപ്പോഴും 5-ലെ അവസാനിക്കൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. സോ ആൻസർ ഈസ് only 2 is the answer. That is option B. Okay. So ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Yes. Now Rahul think of 7 different positive integers. None of these integer is a multiple of each other. അതായത് 7 ഇൻറ്റിജർ കൺസിഡർ ചെയ്തു. ആ 7 ഇൻറ്റിജറും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ ആകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു രാഹുൽ 2 എടുത്തു. രാഹുൽ ഇനി എന്തെടുക്കാൻ പറ്റത്തില്ല? 4 എടുക്കാൻ പറ്റത്തില്ല. കാരണം 4 എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 2-ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ? 4 2-ൻ്റെ മൾട്ടിപ്പിളാണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് രാഹുൽ തിങ്ക് ഓഫ് 7 ഡിഫറെൻറ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. നൺ ഓഫ് ദീസ് ഇൻറ്റിജർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഈച്ച് അതർ. ഇനി എനിക്ക് 8 എടുക്കാൻ പറ്റുമോ? ഇല്ല, 8ഉം 2-ൻ്റെ മൾട്ടിപ്പിളാണ്. സോ 2 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെടുക്കാൻ പറ്റില്ല? 2-ൻ്റെ മൾട്ടിപ്പിൾ എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ 3 എന്ന് പറയുന്ന നമ്പർ എടുത്താൽ 3-യുടെ മൾട്ടിപ്പിൾ എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെ 7 ഡിഫറെൻറ്റ് ഇൻറ്റിജേഴ്സ് എടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലീസ്റ്റ് പോസിബിൾ സം ഓഫ് 7 ഇൻറ്റിജർ ഈസ് 58. 7 ഇൻറ്റിജറിനെ സമ്മ് ചെയ്യുമ്പോൾ ലീസ്റ്റ് കിട്ടുന്നത് 58 ആണെന്നാണ്. നമുക്കൊന്ന് നോക്കിയാലോ. 1 + 2 + 3 + 4. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ലീസ്റ്റ് പോസിബിൾ സം ആണ് പറയുന്നത്. ലീസ്റ്റ് പോസിബിൾ സം. എനിക്കിനിയും യെസ് 4 എടുക്കാൻ പറ്റുമോ? ഇല്ല, 4 എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പക്ഷേ 5 എടുക്കാം അല്ലേ? എനിക്കൊരു 7 എടുക്കാം അല്ലേ? പക്ഷേ എനിക്ക് 9 എടുക്കാൻ പറ്റുമോ? ഇല്ല, പക്ഷേ എനിക്ക് 11 എടുക്കാം അല്ലേ? എനിക്ക് വേണമെങ്കിൽ 13 എടുക്കാം. 1 + 2 + 3 + 5 + 7 + 11 + 13. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 7 നമ്പർ ഉണ്ട്. നമുക്ക് സം എടുത്ത് നോക്കിയാലോ. 1 + 2 is 3, 3 + 3 6, 5 11. 11 + 7 എന്ത് കിട്ടും? 11 + 7 18. 18 + 11 29. 29 + 13. 29 + 13 എന്ത് കിട്ടും? 29 + 13 is 42. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? 1 എടുത്തു അല്ലേ? 1 എടുക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ്
ഏത് നമ്പർ എടുത്താലും അത് 1ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഏത് നമ്പർ എടുത്താലും അത് 1ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ എനിക്ക് 1 കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് 1 എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കണം, എല്ലാവരും വരുത്തുന്ന ഒരു എററാണത്. 1 കൺസിഡർ ചെയ്യും. ഓക്കെ, 1 കൺസിഡർ ചെയ്യും. ചിലർ പ്രൈം നമ്പർ മാത്രം കൺസിഡർ ചെയ്യും. അങ്ങനെ ഒന്നുമില്ല, പ്രൈമും കോമ്പോസിറ്റും ഒക്കെ നമുക്ക് എടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 2 + 3 + 5 + 7 + 11 + 13. ഓക്കെ, ഇപ്പം എത്ര നമ്പറായി? 6 നമ്പേഴ്സായി. ഞാനൊരു 15 കൂടെ ആഡ് ചെയ്തു. എത്ര കിട്ടും? 5, 10, 17 + 5 42. എനിക്ക് എന്ത് 32, 43, 56. ഇതിൻ്റെ സം എത്ര കിട്ടും? 56 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് 1 എന്തായിരുന്നു? ലീസ്റ്റ് പോസിബിൾ സം ഈസ് 58. ലീസ്റ്റ് പോസിബിൾ 58. മിനിമം 58 ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മൾ സം ചെയ്ത് വന്നപ്പോൾ മിനിമം 56 കിട്ടി അല്ലേ? അതായത് 58-നേക്കാളും കുറവ് കിട്ടി. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയേ. മിനിമം പോസിബിൾ വാല്യൂ ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ ഈസ് 17. ഇവിടെ ലാർജസ്റ്റ് നമ്പർ 17 ആണോ? അല്ല, ലാർജസ്റ്റ് നമ്പർ 15 ആണ് ഇവിടെ. സ്റ്റേറ്റ്മെന്റ് 2-ൽ പറയുന്നത് മിനിമം വരുന്നത് 17 ആയിരിക്കും ലാർജസ്റ്റ് നമ്പർ എന്ന്. പക്ഷെ നമുക്ക് എന്ത് കിട്ടി? 15 എന്ന ആൻസർ കിട്ടി. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. ഇനി ഇതിനകത്തിൽ പറ്റുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഒരു കാണിച്ചു തന്നു, 1 എടുത്തത്, അതൊരു മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക്, എല്ലാവരും പോയിട്ട് 7 ഡിഫറെൻറ്റ് ഇൻറ്റീജർ ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ ആകാനും പാടില്ല. എല്ലാവരും എടുക്കാൻ പോകുന്നത് മെജോറിറ്റിയും പോയിട്ട് അങ്ങ് പ്രൈം നമ്പർ എടുക്കും. 2 + 3 + 5 + 7 + 11 + 13 + 17. ഇപ്പോൾ എത്ര നമ്പറായി? 7 നമ്പേഴ്സായി അല്ലേ? 7 നമ്പേഴ്സ് ആയപ്പം എന്ത് കിട്ടി ഇവിടെ? യു വിൽ ബി ഗെറ്റിംഗ്, യെസ്, ഇവിടെ നോക്കിയേ, യു വിൽ ബി ഗെറ്റിംഗ് 58. സോ എല്ലാവരും നോക്കുമ്പോൾ 58 കിട്ടിയല്ലേ? 58 ഈസ് ദെയർ. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. ഇവിടെ വന്നപ്പോൾ ലാസ്റ്റ് നമ്പറും കിട്ടി 17. സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതങ്ങ് കൊടുക്കും. സോ സ്റ്റേറ്റ്മെന്റ് 1 and 2 ബോത്ത് 1 and 2 കൊടുക്കുന്നു. യെസ്, പോകുന്നു. പക്ഷെ അങ്ങനെയാണോ? അല്ല. നമുക്ക് എന്ത് കിട്ടി ഇവിടെ? ഇവിടെ ചെയ്ത് വന്നപ്പം നമുക്ക് 56 കിട്ടി. നമുക്ക് എന്ത് കിട്ടി? 56 കിട്ടി. സോ 7 ഡിഫറെൻറ്റ് ഇൻറ്റീജേഴ്സ് നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും തെറ്റാണ്. മിനിമം 56 വരും. ഇനി ഏറ്റവും ചെറിയ നമ്പർ 17 ആണോ? അല്ല, ഏറ്റവും ചെറിയ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ടല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നെയ്തർ 1 nor 2. ഓക്കെ, സോ യെസ്, നെക്സ്റ്റ് ക്ലാസ്സിൽ we will be discussing the remaining questions regarding the concept that we learned so far. Okay, so thank you.